അതിവേഗ വാർത്ത ആരംഭിക്കുന്നു. ശബരിമലയിൽ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത നെയ് വിറ്റതിൽ വമ്പൻ ക്രമക്കേട്. കേസെടുത്ത് അന്വേഷിക്കാൻ വിജിലൻസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 2 മാസത്തിനിടെ നടത്തിയത് 35 ലക്ഷത്തിന്റെ തിരിമറി. കൗണ്ടർ ജീവനക്കാരനായ സുനിൽകുമാർ പോറ്റിയെ സസ്പെൻഡ് ചെയ്തു. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച് മുതിർന്ന CPIM നേതാവ് ഐഷ പോറ്റി കോൺഗ്രസിൽ. തലസ്ഥാനത്തെ സമരവേദിയിലേക്ക് നാടകീയ രംഗപ്രവേശം. കടന്നുവരവ് വിസ്മയം സംഭവിക്കുമെന്ന VD സതീശന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ്. തിരുവനന്തപുരത്തെ സമരവേദിയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ അസാധാരണ പ്രഖ്യാപനം. കോൺഗ്രസ് നേടുന്ന 100 സീറ്റിൽ കൊട്ടാരക്കര ഉണ്ടാകുമെന്ന് നേതാക്കൾ. ജോസ് കെ മാണിയെ വലയിട്ട് പിടിക്കാനുള്ള കോൺഗ്രസ് ശ്രമത്തിനിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർപ്പ് ഭീഷണിയിൽ. LDF-ൽ ഉറച്ചു നിൽക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിനടക്കം 3 MLA-മാർ. ജോസ് കെ മാണിയുമായി ഹൈക്കമാൻഡ് നടത്തിയത് 2 റൗണ്ട് ചർച്ച. UDF ജോസിന്റെ പിന്നാലെ പോകേണ്ടതില്ലെന്ന് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസിലെ ആശയക്കുഴപ്പം വെളിവാക്കി ജോസ് കെ മാണിയുടെ വിശദീകരണ പോസ്റ്റ്. ആദ്യമിട്ട അഴകുഴമ്പൻ FB പോസ്റ്റിൽ നടത്തിയത് 3 എഡിറ്റ്. ഇടതുമുന്നണിക്കൊപ്പം എന്ന് ഒടുവിൽ കൂട്ടിച്ചേർത്തു. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ. രാഹുൽ പുറത്തിറങ്ങിയാൽ അതിജീവിതയുടെ ജീവൻ ആപത്തെന്ന് പ്രോസിക്യൂഷൻ. കോടതി വളപ്പിൽ മാങ്കൂട്ടത്തിനു നേരെ ചീമുട്ടയേറ്. ജയിലിനും കോടതിക്ക് മുന്നിൽ പ്രതിഷേധ പരമ്പര. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേഴ്സണൽ ഫോൺ കണ്ടെടുത്ത പോലീസ്. ഫോൺ കിട്ടിയത് പാലക്കാട് KPM ഹോട്ടലിലെ പരിശോധനയിൽ. 3-ാം പരാതിക്കാരിക്കെതിരെ സൈബർ ആക്രമണം. പരാതിക്കാരി അവഹേളിച്ച് കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ. ശബരിമല ദ്വാരപാലക കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ SIT. അറസ്റ്റിന് അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി. കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ 19-ാം തീയതി പരിഗണിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ വിഴിഞ്ഞം വാർഡിൽ UDF-ന് അട്ടിമറി ജയം. LDF-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് KH സുധീർ ഖാന്റെ ജയം. എറണാകുളം പാമ്പാക്കുടിയിലെ ഓണക്കൂർ വാർഡ് നിലനിർത്തി LDF. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിൽ UDF-ന് ജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ചാത്തന്നൂർ സീറ്റുകൾ പിടിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് കോൺഗ്രസ്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയെ വീണ്ടും മത്സരിപ്പിക്കും. ചാത്തന്നൂരിൽ പുതുമുഖത്തെ കളത്തിലിറക്കാൻ നീക്കം. യൂത്ത് കോൺഗ്രസ് നേതാവ് വിഷ്ണു സുനിലിന് സാധ്യത. LDF-ന് പിന്നാലെ UDF-ഉം കേന്ദ്രവിരുദ്ധ സമരമുഖത്ത്. തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് KPCC-യുടെ രാപ്പകൽ സമരം. പദ്ധതി ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് KC വേണുഗോപാൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തുടക്കം. മത്സരാർത്ഥികളെ സ്വീകരിച്ച് വർണ്ണാഭമായ ഘോഷയാത്ര. കലയുടെ പൂരം നാളെ മുതൽ 18-ാം തീയതി വരെ. തൃശൂരിലെ സ്കൂൾ കലോത്സവ വേദിക്കെതിരായ ഹർജി തള്ളി ഹൈക്കോടതി. ഹർജിക്കാരുടെ 10,000 രൂപ പിഴ. പിഴ ശിക്ഷ തൃശൂർ സ്വദേശി നാരായണൻകുട്ടിക്ക്. കോടതിയെ സമീപിച്ചത് തേക്കിൻകാട് മൈതാനം കലോത്സവം നടത്തി അശുദ്ധമാക്കരുത് എന്നാവശ്യപ്പെട്ട്. VD സതീശന്റെ രാഷ്ട്രീയ ജീവിതം RSSന്റെ ദാനമെന്ന് മന്ത്രി MB രാജേഷ്. 2001-ലും 2006-ലും പറവൂരിൽ നിന്ന് ജയിച്ചത് RSS പിന്തുണയിൽ. പിണറായി മോദി സെറ്റിൽമെന്റ് എന്ന സതീശന്റെ പ്രസ്താവന കേട്ടിട്ട് ചിരിച്ചുപോയെന്ന് പറയണമെന്ന് രാജേഷിന്റെ പരിഹാസം. കോഴിക്കോട് നടുവണ്ണൂർക്കാവിൽ സമഭാവന തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ 1000 ഓർമ്മകൾ KT ബഷീർ സ്മൃതി സായാഹ്നം സംഘടിപ്പിച്ചു. മികച്ച ശബ്ദ കലാകാരന്മാർക്ക് നൽകി വരുന്ന 8ാമത് ഖാൻകാവിൽ പുരസ്കാരം ശബ്ദകലാകാരി P സരിതയ്ക്ക് സമ്മാനിച്ചു. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ മുരളി ഉദ്ഘാടനം ചെയ്തു. സോമൻ കടലൂർ പരിപാടിയിൽ മുഖ്യാതിഥിയായി. പ്രഥമ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നാളെ സമർപ്പിക്കും. സ്വാമി ശാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. കായംകുളത്ത് കേരള യാത്രാ സ്വീകരണ സമ്മേളന വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വിവിധ സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. തലശ്ശേരി കുയ്യാലിയിൽ
5 കിലോഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി രാജീവ് ദാസാണ് അറസ്റ്റിലായത്. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ ചെറുപൊതികളാക്കി കഞ്ചാവ് കച്ചവടം നടത്തി വരികയായിരുന്നു ഇയാൾ. ഹിമാചൽ പ്രദേശ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഘം കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എറണാകുളം കേന്ദ്ര കാര്യാലയത്തിൽ സന്ദർശനം നടത്തി. 11-അംഗ സംഘമാണ് സന്ദർശനത്തിനെത്തിയത്. അവശ്യ വസ്തുക്കളുടെ വിതരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചകൾ വഴിതെളിക്കുമെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ജയകൃഷ്ണൻ VM അറിയിച്ചു. കാസർഗോഡ് രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 11.5 ലക്ഷം രൂപ പിടികൂടി. ബേളൂർ കല്ലംതോൽ സ്വദേശി അബ്ബാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈം സ്ക്വാഡും അമ്പലത്തറ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത്. കാസർഗോഡ് ഓട്ടോറിക്ഷയിലെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ച സ്വർണം മോഷ്ടിച്ച പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ഹൊസ്ദുർഗ് പോലീസ്. കളാർ സ്വദേശി സുബൈർ, കാഞ്ഞങ്ങാട് സ്വദേശി ആഷിഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മാവുങ്കലിലെ സ്വകാര്യ ആശുപത്രി കോമ്പൗണ്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് 7 പവൻ സ്വർണ്ണ വളകളാണ് പ്രതികൾ മോഷ്ടിച്ചത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി 6 മാസം കൂടി നീട്ടിയതായി ധനമന്ത്രി അറിയിച്ചു. കാലാവധിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവരുടെ പെൻഷൻ തടയരുതെന്നും വകുപ്പിന് നിർദ്ദേശം. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പരിപാടികളുടെ ഭാഗമായി നാളെ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അദാനി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ RCCയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വള്ളക്കടവ് കൺവെൻഷൻ സെന്ററിലാണ് ക്യാമ്പ്. തിരുവനന്തപുരത്ത് IHRDയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് AI ഇന്റർനാഷണൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 16 മുതൽ 18 വരെ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് കോൺക്ലേവ് നടക്കുക. കോൺക്ലേവിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പിന്തുണയുമായി അഖില തന്ത്രി പ്രചാരക് സഭ. മകരവിളക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ ഭക്തരുടെ വികാരം മനസ്സിലാക്കാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് വേദനാജനകമെന്ന് സംഘടനാ ദേശീയ ചെയർമാൻ MS ശ്രീരാജകൃഷ്ണൻ പോറ്റി പറഞ്ഞു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഖില തന്ത്രി പ്രചാരക് സഭ അറിയിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ജില്ലാ യുവജന കേന്ദ്രം, മൊകേരി ഗവൺമെന്റ് കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനാചരണം സംഘടിപ്പിച്ചു. മൊകേരി ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങ് സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം PC ഷൈജു ഉദ്ഘാടനം ചെയ്തു. അഷറഫ് കൊയിലാത്തും കണ്ടായിൽ അധ്യക്ഷനായി. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ ക്യാമ്പസുകളിൽ സർഗാത്മകതയുടെ പുതിയ കാഴ്ചകൾ പകർന്നു നൽകിക്കൊണ്ട് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. ഫോട്ടോഗ്രാഫറും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസുമായ ശാന്തകുമാരി VK പകർത്തിയ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് മിഴിവേകിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റജി T പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആറനല്ലൂർ പഞ്ചായത്തിലെ ഔദ്യോഗിക വാഹനത്തിൽ BJP മാല ചാർത്തിയതിൽ LDF അംഗങ്ങളുടെ പ്രതിഷേധം. പ്രതിഷേധക്കാർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. BJP ഭരണം പിടിച്ച മാറനല്ലൂർ പഞ്ചായത്തിനെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നെല്ല് സംഭരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ച് സ്വകാര്യ മില്ലുകാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കണമെന്ന് കർഷക സംഘം പാലക്കാട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലയിൽ 6 ലക്ഷം കർഷകരെ അംഗങ്ങളാക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം നിലമ്പൂരിൽ കാപ്പ പ്രവേശന വിലക്ക് ലംഘിച്ച് വീട്ടിലെത്തിയ ആൾ അറസ്റ്റിൽ. മുമ്മള്ളി സ്വദേശി മുസ്തഫയാണ് അറസ്റ്റിലായത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലാത്സംഗ കേസിൽ ജയിലിലടച്ച സർക്കാരിനും പോലീസിനും അഭിവാദ്യം അർപ്പിച്ച് DYFI മലപ്പുറം നടുവത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു. CPIM പുന്നപ്പാല ലോക്കൽ കമ്മിറ്റി അംഗം KP ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. K പ്രവീൺ അധ്യക്ഷനായി. മലപ്പുറത്ത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന 4 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായിരുന്നു യോഗം. തെരഞ്ഞെടുപ്പിന് മുൻപ് പരമാവധി വേഗത്തിൽ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലകൾ പൂർത്തിയാക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. മലപ്പുറം ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും ജില്ലാ ട്രോമ കെയർ യൂണിറ്റുമായി ചേർന്ന് നടപ്പാക്കുന്ന കെയർ പദ്ധതിയുടെ ഭാഗമായ കെയർ വളണ്ടിയർമാർക്ക് തിരിച്ചറിയൽ കാർഡും യൂണിഫോമും വിതരണം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്തെ സമഗ്ര സേവനത്തിനുള്ള 2025 ചാവറ മാധ്യമ പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തക ബർക്കാദത്തിന് 23 തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ പേരിൽ കോളേജിലെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസിൽ നാളെ സൂപ്പർ പോരാട്ടം. ഒന്നാം സെമിയിൽ സാദിയോ മാനെയുടെ സെനഗൽ മുഹമ്മദ് സലായുടെ ഈജിപ്തിനെ നേരിടും. നാളെ രാത്രി 10:30 മൊറോക്കോയിലാണ് മത്സരം. രണ്ടാം സെമിയിൽ മൊറോക്കോ നൈജീരിയയെ നേരിടും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഇതിഹാസ താരം വെയിൻ റൂണി. മൈക്കൽ കാരിക് പരിശീലകനായതിനാൽ കോച്ചിംഗ് സംഘത്തിൽ പ്രവർത്തിക്കാൻ താൽപ്പര്യം. ക്ലബിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരിക്കിന് സാധിക്കുമെന്നും റൂണി. വിജയ് ഹസാരെ ട്രോഫിയിൽ സെമി ലൈനപ്പായി കർണാടകയ്ക്ക് വിദർഭയാണ് സെമിയിൽ എതിരാളികൾ. സൗരാഷ്ട്ര പഞ്ചാബിനെ നേരിടും. ഡൽഹിയെ തോൽപ്പിച്ചാണ് വിദർഭ സെമി ഉറപ്പിച്ചത്. മധ്യപ്രദേശിനെ തകർത്താണ് പഞ്ചാബ് അവസാന 4-ലെത്തിയത്. ഞായറാഴ്ചയാണ് ഫൈനൽ. റയൽ മാഡ്രിഡിൽ നിന്ന് പടിയിറങ്ങി പരിശീലകൻ സോബി അലോൺസോ. തീരുമാനം സൂപ്പർ കപ്പിൽ ബാഴ്സയോട് തോറ്റതിനു പിന്നാലെ. മുൻ താരം ആൽവറോയ്ക്ക് താൽക്കാലിക ചുമതല. സാബി ചുമതല ഒഴിഞ്ഞത് താരങ്ങളുമായുള്ള ബന്ധം വഷളായതോടെ. ഫ്രഞ്ച് കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ PSG ഞെട്ടിക്കുന്ന തോൽവി. പാരീസ് FC എതിരില്ലാത്ത ഒറ്റ ഗോളിന് ചാമ്പ്യന്മാരെ അട്ടിമറിച്ചു. കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കം 6 കിരീടം നേടിയ PSG തോൽവി വൻ തിരിച്ചടിയായി. FA കപ്പിൽ ലിവർപൂൾ 4ാം റൗണ്ടിലെത്തി. 3ാം റൗണ്ടിൽ ബാൻസ്ലിയെ തോൽപ്പിച്ചു. 1-4 ഗോളിനായിരുന്നു ലിവർപൂളിന്റെ ജയം. 4ാം റൗണ്ടിൽ ലിവർപൂളിന് ബ്രൈറ്റനാണ് എതിരാളികൾ. പോർച്ചുഗീസ് താരം യാവോ കാൻസലോ ബാഴ്സലോണയിലേക്ക്. സൗദി ക്ലബ് അൽ ഹിലാലിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ സീസൺ അവസാനം വരെയാണ് കരാർ. മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം 3 പ്രീമിയർ ലീഗ് കിരീടം നേടിയ താരമാണ് 31-കാരനായ യാവോ കാൻസലോ. വിനോദസഞ്ചാര മേഖലയിൽ റെക്കോർഡ് നേട്ടവുമായി ഗോവ. 2025 ഗോവ സന്ദർശിച്ചത് 1 കോടിയിലധികം വിനോദസഞ്ചാരികൾ. കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ കുതിപ്പെന്ന് ഗോവ ടൂറിസം വകുപ്പ്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലും വർധന. തെരുവുനായ കേസിൽ മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ നിശിത വിമർശനം. നായകളെ മൃഗസ്നേഹികൾ വീട്ടിൽ കൊണ്ടുപോയി പോറ്റണം. അലഞ്ഞുതിരിയാൻ വിടാതെ സംരക്ഷിക്കട്ടെ. കടിയേറ്റ് മരണമുണ്ടായാൽ മൃഗസ്നേഹികൾക്കും ഉത്തരവാദിത്തമെന്ന് കോടതി. നിയന്ത്രണ രേഖയിലെ ഡ്രോൺ സാന്നിധ്യത്തിനു പിന്നാലെ പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. എല്ലാ സാഹസത്തിനും കൃത്യമായി തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ്. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ CBI. ജനുവരി 19 ഹാജരാകാൻ നിർദ്ദേശം. പുതിയ തീയതി നിശ്ചയിച്ചത് പൊങ്കൽ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യൽ മാറ്റണമെന്ന വിജയുടെ അഭ്യർത്ഥന പരിഗണിച്ച്. സൗത്ത് ബ്ലോക്കിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുതിയ സ്ഥലത്തേക്ക് ഉടൻ മാറ്റും. റൈസിന കുന്നിന് സമീപത്തായി സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ PM ഓഫീസ് നിർമ്മിക്കുന്നത്. ഓഫീസ് നിർമ്മാണം അവസാനഘട്ട മിനുക്കുപണിയിലാണ്. അടുത്ത വർഷം മുതൽ പാർലമെന്റ് നടപടികൾ മലയാളം ഉൾപ്പെടെയുള്ള 22 ഔദ്യോഗിക ഭാഷകളിൽ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് വിപ്ലവകരമായ മാറ്റം നടപ്പിലാക്കുന്നത്. ജനങ്ങൾക്ക് പാർലമെന്റ് നടപടികൾ സ്വന്തം മാതൃഭാഷയിൽ തന്നെ തടസ്സമില്ലാതെ മനസ്സിലാക്കാനാണ് പുതിയ മാറ്റം.
കശ്മീർ താഴ്വരയിൽ അതിശൈത്യം. കശ്മീരിലെ ഗുൽമാർഗിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസിലെത്തി. വെള്ളച്ചാട്ടങ്ങളും ജലാശയങ്ങളും തണുത്തുറഞ്ഞ നിലയിലാണ്. വരും ദിവസങ്ങളിലും തണുപ്പ് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കശ്മീരിലെ മഞ്ഞുവീഴ്ച കൂടിയ സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന. പ്രധാന ഹിൽ സ്റ്റേഷനായ ഗുൽമാർഗിലാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത്. സ്നോ ബൈക്കിംഗ്, സ്നോ സ്ലെഡ്ജ് റൈഡിംഗ് എന്നിവ ആരംഭിച്ചു. വെനസ്വേലയിലെ US അധിനിവേശത്തിനെതിരെ കൊൽക്കത്തയിലെ US കോൺസുലേറ്റിലേക്ക് ഇടതുപക്ഷ പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം. പാർക്ക് സ്ട്രീറ്റിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. CPIM നേതാവ് സൂര്യകാന്ത് മിശ്ര ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാർക്കെതിരെ തെലങ്കാന സർക്കാർ. ഇത്തരത്തിലുള്ള പരാതികൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് 10% തുക പിടിച്ചെടുക്കാൻ ഉത്തരവ്. പിടിച്ചെടുക്കുന്ന തുക മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനും നിർദ്ദേശം. ഭോപ്പാലിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവ് പിടിയിൽ. ഇൻഡോർ സ്വദേശി മാധവാണ് ഭാര്യ സുമിത്ര ചൗഹാനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 7 വർഷമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭാര്യ വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ്. ചെന്നൈയിൽ ജോലിക്കിടെ തെരുവിൽ നിന്ന് വീണുകിട്ടിയ സ്വർണ്ണ നാണയങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് മാതൃകയായ യുവതി. ശുചീകരണ തൊഴിലാളിയായ പത്മയ്ക്കാണ് 45 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന സഞ്ചി വീണുകിട്ടിയത്. പത്മയുടെ മാതൃകാപരമായ പ്രവൃത്തിയെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 1 ലക്ഷം രൂപ സമ്മാനമായി നൽകി അഭിനന്ദിച്ചു. ഇന്ത്യൻ പാസ്പോർട്ടുള്ളവർക്ക് വിസ ഫ്രീ ട്രാൻസിറ്റ് പ്രഖ്യാപിച്ച് ജർമ്മനി. ഇനി മുതൽ ജർമ്മനി വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർക്ക് പ്രത്യേക വിസ വേണ്ട. ജർമ്മൻ ചാൻസലറുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയായിരുന്നു പ്രഖ്യാപനം. നന്ദി അറിയിച്ച് നരേന്ദ്രമോദി. ഫിലിപ്പീൻസിൽ മാലിന്യ കൂമ്പാര ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. മാലിന്യമല ഇടിഞ്ഞു വീണ് മരിച്ചവരുടെ എണ്ണം 11ആയി. 20ഓളം പേർ മാലിന്യത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും ശുചീകരണ തൊഴിലാളികളാണ്. പുതിയ 19 കരാറുകളിൽ ഒപ്പിട്ട് ഇന്ത്യയും ജർമ്മനിയും. വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, സുപ്രധാന ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കും. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെഴ്സിനും നരേന്ദ്രമോദിയും അഹമ്മദാബാദിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് സഹകരണം ഉറപ്പാക്കിയത്. ഇറാന് നേരെ സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന ഭീഷണിക്കു പിന്നാലെ പുതിയ നീക്കവുമായി അമേരിക്ക. ഇറാനുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്ക് നേരെ 25% തീരുവ ചുമത്തി. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള ഏതൊരു വ്യാപാരത്തിനും 25% തീരുവ അടയ്ക്കണമെന്ന് പുതിയ നിയമം. ഇറാനിലെ US നടപടി സാധ്യതകൾ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ച് പെന്റഗൺ. ഇറാനിയൻ ഭരണകൂടത്തിനെതിരായ സൈനിക, സൈബർ, മനഃശാസ്ത്ര സാധ്യതകളാണ് US സൈനിക നേതൃത്വം അവതരിപ്പിച്ചത്. ദീർഘദൂര മിസൈലുകളാണ് ഏറ്റവും പരിഗണിക്കപ്പെടുന്ന സൈനിക സാധ്യത. കശ്മീരിലെ ഷക്സ്ഗാം വാലി ചൈനയുടെ ഭാഗമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. ഷക്സ്ഗാം വാലിയുടെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തികളെ എതിർത്ത ഇന്ത്യൻ നടപടിയോടുള്ള പ്രതികരണമാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നടത്തിയത്. ട്രംപിന്റെ $10 ബില്യൺ മാനനഷ്ട കേസ് തള്ളണമെന്ന ആവശ്യവുമായി BBC. 2021 ക്യാപിറ്റോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ പ്രസംഗത്തിന്റെ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട കേസിലാണ് നീക്കം. അസാമാന്യ ബുദ്ധി വൈഭവം കൊണ്ട് മനുഷ്യകുലത്തെ അമ്പരപ്പിച്ച ജപ്പാനിലെ ജീനിയസ് ചിമ്പാൻസിയായി വിട പറഞ്ഞു. 49-ാം വയസ്സിലാണ് മരണത്തിനു കീഴടങ്ങിയത്. ഇംഗ്ലീഷ് അക്ഷരമാലയും 100-ലധികം ചൈനീസ് അക്ഷരങ്ങളും തിരിച്ചറിയാൻ ശേഷിയുണ്ടായിരുന്ന അപൂർവ പ്രതിഭയായിരുന്നു ദുബൈയിലെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സോളർ പാർക്കിന്റെ ശേഷി വർദ്ധിപ്പിച്ച 6ാം ഘട്ട വികസനം. 1800 മെഗാവാട്ട് ശേഷിയുള്ള 6ാം ഘട്ടത്തിന്റെ ഭാഗമായി 1000 മെഗാവാട്ടാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായത്. പൊതുസ്ഥലങ്ങളിൽ, പാർക്കുകളിൽ പക്ഷികൾക്ക് ആഹാരം നൽകുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. മലിനീകരണത്തിനും പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് വിശദീകരണം.
കണ്ടന്റ് ക്രിയേറ്റർമാരുടെ 1 ബില്യൺ ഫോളോവേഴ്സ് സബ്മിറ്റ് സംഘടിപ്പിച്ച UAE ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഉച്ചകോടിയിൽ 15,000-ലധികം കണ്ടന്റ് ക്രിയേറ്റർമാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3,500 കോടിയിലധികം ഫോളോവേഴ്സുള്ള 500ഓളം പ്രഭാഷകരും പങ്കെടുത്തു. മണിപ്പാൽ അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷനും മണിപ്പാൽ അക്കാദമി ഫോർ ഹയർ എഡ്യൂക്കേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ ന്യൂ ഇയർ അവാർഡ് തുമ്പൈ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ തുമ്പൈ മൊയ്തീന് EMG പ്രൈവറ്റ് ലിമിറ്റഡ്, മണിപ്പാൽ മീഡിയ നെറ്റ്വർക്ക്, ഡോക്ടർ TMA പൈ ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. ഒമാനിലെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് ഉത്തരവ് പുറത്തിറക്കി. പുതിയ ഘടനയിൽ സുൽത്താന്റെ മകൻ സയ്യിദ് ദി യാസിനെ സാംസ്കാരിക മന്ത്രി ചുമതലയിൽ നിന്ന് മാറ്റി സാമ്പത്തിക കാര്യ ചുമതലയുള്ള ഉപപ്രധാനമന്ത്രിയായി നിയമിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ മുസ്ലിം അസോസിയേഷൻ പ്രതിനിധി സംഘം ഇന്ത്യൻ അംബാസഡർ പരിമിത ത്രിപതിയുമായി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, മെഡിക്കൽ ഫിറ്റ്നസ് നടപടികൾ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ചർച്ചയായി. മയക്കുമരുന്ന് നിയമങ്ങൾ കർശനമാക്കി UAE. കറുപ്പില്ലാത്ത മരുന്നുകൾ നൽകുന്നവർക്ക് 5 വർഷം തടവും കുറിപ്പില്ലാതെ മരുന്നുകൾ നൽകുന്നവർക്ക് 5 വർഷം തടവും 50,000 ദിർഹം പിഴയും ശിക്ഷ ലഭിക്കും. UAE ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളായിരിക്കും സ്വീകരിക്കുകയെന്ന് ഭരണകൂടം. ഇത്തിഹാദ് എയർവേസിന് റെക്കോർഡ് നേട്ടം. 2025 യാത്ര ചെയ്തത് 2 കോടി യാത്രക്കാർ. ഇത്തിഹാദ് വിമാന കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നേട്ടമാണ് ഇത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് ഇനി സാലിക് ആപ്പിലൂടെ ലളിതമായി അടയ്ക്കാം. ഈ മാസം 22 മുതൽ സംവിധാനം പ്രാബല്യത്തിൽ വരും. പോക്കോയുടെ പുതിയ സ്മാർട്ട് ഫോണായ പോക്കോ M85G ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. കരുത്തുറ്റ ബാറ്ററിയോടൊപ്പം പ്രീമിയം ഫീച്ചറുകളോടെയാണ് ഫോൺ വിപണിയിലെത്തിയത്. മുഖം നോക്കി നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകുന്ന AI കണ്ണാടി അവതരിപ്പിച്ച് ദക്ഷിണ കൊറിയൻ ടെക്നോളജി ഭീമൻ സാംസങ്. ലാസ് വെഗാസിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ഷോയായ CES 26-ലാണ് സ്മാർട്ട് മിറർ പരിചയപ്പെടുത്തിയത്. OnePlusന്റെ പുതിയ നോഡ് 6 സീരീസ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. OnePlus നോഡ് 6, OnePlus നോഡ് CE6 എന്നീ 2 മോഡലുകളാണ് ശ്രേണിയിൽ ഉണ്ടാവുക. ഇന്ത്യൻ നിരത്തുകളിലെ ജനപ്രിയ സബ് കോമ്പാക്ട് SUV-യായ ടാറ്റ പഞ്ച് 2026 ഫേസ് ലിഫ്റ്റ് പതിപ്പായി വിപണിയിലെത്തി. രൂപഭാവങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾക്കൊപ്പം എഞ്ചിൻ കരുത്തിലും സാങ്കേതിക വിദ്യയിലും വലിയ കുതിച്ചുചാട്ടമാണ് പുതിയ പഞ്ച് നടത്തിയിരിക്കുന്നത്. ഡെലിവറി തൊഴിലാളികൾക്ക് ആശ്വാസകരമായ നീക്കവുമായി തൊഴിൽ മന്ത്രാലയം. 10 മിനിറ്റ് ഡെലിവറി സംവിധാനം നിർത്തലാക്കാൻ ഓൺലൈൻ ഫുഡ് ഡെലിവറി സംവിധാനങ്ങളായ ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, സെപ്റ്റോ, സൊമാറ്റോ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം. ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചൈനീസ് ആപ്പായ Are You Dead വൈറൽ കഴിഞ്ഞ മെയിൽ ഇറങ്ങിയ ആപ്പ് ചൈനയിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട പെയ്ഡ് ആപ്പായി മാറി. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 1.75 കോടി ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് മെറ്റ. ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും ഡാറ്റ ലീക്ക് ഉണ്ടായിട്ടില്ലെന്നും മെറ്റ വിശദീകരണം. നിർമ്മിത ബുദ്ധി രംഗത്തെ സുപ്രധാന കരാറിലേർപ്പെട്ട ടെക് ഭീമന്മാരായ ആപ്പിളും ഗൂഗിളും. ആപ്പിളിന്റെ നെക്സ്റ്റ് ജനറേഷൻ AI ഫീച്ചറുകളും സിരി ഡിജിറ്റൽ അസിസ്റ്റന്റും ഗൂഗിളിന്റെ ജെമിനി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കും. ATM ഇടപാട് നിരക്കുകൾ വർദ്ധിപ്പിച്ച SBI മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗിക്കുന്ന സേവിംഗ്സ്, സാലറി, കറണ്ട് അക്കൗണ്ട് ഉടമകളെയാണ് പരിഷ്കാരം പ്രധാനമായും ബാധിക്കുക. 2026 NDA നേവൽ അക്കാദമി CDS പരീക്ഷകളുടെ സമയക്രമം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ഏപ്രിൽ 12-ന് രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചാണ് പരീക്ഷകൾ നടക്കുക. 2025 SBI ക്ലർക്ക് മെയിൻസ് പരീക്ഷാ ഫലം ഉടൻ പ്രഖ്യാപിക്കും. ഫലം പ്രസിദ്ധീകരിച്ചാൽ SBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് സ്കോർ പരിശോധിക്കാവുന്നതാണ്. വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ റെക്കോർഡിട്ട് PSC 2025 പ്രസിദ്ധീകരിച്ചത് 902 വിജ്ഞാപനങ്ങൾ. PSCയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിജ്ഞാപനങ്ങളാണ് ഇത്. അഗ്നിപഥ് പദ്ധതിക്ക് കീഴിലെ അഗ്നിവീർ വായു 2027 ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരള ഫണ്ടിംഗ് വിഭാഗത്തിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.
ഗേറ്റ് 2026 പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് പുറത്ത്. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. വിജയ് ചിത്രം ജനനായകന് പിന്തുണയുമായി രാഹുൽ ഗാന്ധി. സിനിമയുടെ റിലീസ് തടയാനുള്ള കേന്ദ്ര ശ്രമം. തമിഴ് സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണമെന്ന് രാഹുൽ ഗാന്ധി. നടൻ കമൽഹാസന്റെ പേരും ചിത്രവും വാണിജ്യ ആവശ്യങ്ങൾക്ക് അനധികൃതമായി ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി. തന്റെ പേര്, ചിത്രം, ഉലകനായകൻ എന്ന വിശേഷണം തുടങ്ങിയവ ഉൾപ്പെടുത്തി ചെന്നൈയിലെ സ്വകാര്യ സ്ഥാപനം അനുമതിയില്ലാതെ വസ്ത്രങ്ങൾ വിൽക്കുന്നു എന്ന് കമൽഹാസൻ പരാതി നൽകിയിരുന്നു. വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന തുടക്കം സിനിമയിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതിനു പിന്നാലെ പോസ്റ്ററിലെ ബ്രില്യൻസ് കണ്ടെത്തിയ ആരാധകർ. പോസ്റ്ററിലെ ഒറ്റനോട്ടത്തിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെയുള്ള മോഹൻലാലിന്റെ അദൃശ്യ സാന്നിധ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച. ബോളിവുഡ് ചിത്രം ഹക്കിലെ പ്രകടനത്തിന് നടി യാമി ഗൗതമിനെ പ്രശംസിച്ച ആലിയ ഭട്ട്. നടിമാരിൽ എക്കാലത്തെയും മികച്ച പ്രകടനമാണ് ഹക്കിൽ കാഴ്ചവെച്ചതെന്നും താനൊരു യാമി ആരാധികയാണെന്നും ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു. നൈറ്റ് എഡിഷനിൽ അരുണെ ചേരും. നമസ്കാരം.